സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് മിയാവാക്കി ചെറുവന പരിപാടികൾ നടപ്പിലാക്കുന്നത്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരത്ത് നടന്ന ചടങ്ങിൽ മാവിൻ തൈ നട്ടുകൊണ്ട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ചെറുവന നിർമ്മാണം ഉദ്ഘാടനം ചെയ്തു. തോമസ് ഹാർഡി കില്ലിംഗ് എ ട്രീ രാമാനുജനും എഴുതിയിട്ടുണ്ട് ഏതാണ്ട് അതേപോലത്തെ ഒരു പദ്യം. നമ്മുടെ ഇന്ത്യൻ പോയറ്റ് തോമസ് ഹാർഡി വളരെ മുമ്പേ എഴുതിയ ഒരു പോയട്രിയിൽ 2 വരികളുണ്ട്. ഇറ്റ് ടേക്സ് 200 years to grow, but takes only 2 minutes to kill it. 200 വർഷം എത്ര വർഷമായി എന്ന് ഈ മരങ്ങളോട് ചോദിച്ചാൽ അവർ പറയും. വയസ്സായവരെ പോലെ ഈ ഗൗട്ട് രോഗം ബാധിച്ചതുപോലെ അവിടെ ഇവിടെയൊക്കെ നോക്കി ഇങ്ങനെ ഉന്തിയൊക്കെ കാണാമെങ്കിലും ഇന്നും അവർ നമുക്ക് ഓക്സിജൻ തന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ പരിസരത്തെ തണുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു എയർ കണ്ടീഷനിലേക്ക് കയറിയ ഒരവസ്ഥയാണ് വെയിലത്ത് നടന്ന് നമ്മുടെ മരത്തിൻ്റെ ചുവട്ടിലേക്ക് പോകുമ്പോൾ നമുക്കുണ്ടാകും. അപ്പോൾ അവരെയാണ് നമ്മൾ കൊല്ലുന്നത്. ഞാനപ്പോൾ കുട്ടിയാകുമ്പോൾ പഠിച്ചിട്ടുണ്ട്, ജഗദീഷ് ചന്ദ്രബോസ് സസ്യങ്ങൾക്ക് ജീവനുണ്ടോ എന്നായിരുന്നു ആ പാഠത്തിൻ്റെ പേര്. എൻ്റെ പ്രായം ജോൺസേട്ടന് ഓർമ്മയുണ്ടോ? സസ്യങ്ങൾക്ക് ജീവനുണ്ടോ എന്നാണ് ചോദ്യം. സസ്യങ്ങൾക്ക് ജീവനുണ്ട് എന്ന് അദ്ദേഹം ശഠിച്ചു പറയുകയും ബെർണാഡ് ഷാ, നമുക്കൊക്കെ അറിയുന്ന ബെർണാഡ് ഷാ, ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് വീട്ടിൽ പോയി സങ്കടപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഇത്രയും കാലം വിചാരിച്ചു മൃഗങ്ങളെയും ഒന്നൊക്കെ കൊല്ലാതിരിക്കാൻ ഞാൻ വെജിറ്റേറിയനായി, പക്ഷേ സസ്യങ്ങൾക്ക് ജീവനുള്ളപ്പോൾ ഞാൻ അതിനെയും കൊന്നിട്ടാണല്ലോ തിന്നുന്നത് എന്നാലോചിച്ച് ബെർണാഡ് ഷാ ദുഃഖിതനായി എന്നൊക്കെ അന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷം ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിൽ മൊത്തത്തിൽ ഉള്ള സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു 40 കുട്ടികളാണ് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അവരാണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ. അവർക്ക് വേണ്ടി കോഴിക്കോട് സെന്റ് മൈക്കിൾസ് സ്കൂളുകൾ. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ RV രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. പാരിസ്ഥിതികം 2019-20 ഭാഗമായി കാളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദിയാണ് ചെറുവന നിർമ്മാണത്തിന്റെ മേൽനോട്ടവും പരിപാലനവും നിർവഹിക്കുന്നത്. 9 ചതുരശ്ര മീറ്റർ സ്ഥലത്ത് 3 അടി താഴ്ചയിൽ മണ്ണ് നീക്കി ഉണക്കിപ്പൊടിച്ച ചാണകം, ചകിരിച്ചോർ, ഉമി എന്നിവ തുല്യ അളവിൽ കലർത്തി ഒരു കുഴിയൊരുക്കിയാണ് ചെറുവന നിർമ്മാണം നടത്തിയത്. 25 ഫലവൃക്ഷത്തൈകൾ ഉൾപ്പെടെ 36 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. വായു മലിനീകരണ തോത് കണ്ടുപിടിക്കുന്നുള്ള സെൻസർ മെഡിക്കൽ കോളേജിൽ സ്ഥാപിക്കുന്നതിന്റെ കാര്യങ്ങൾ എഞ്ചിനീയർ K. അമീർ സാലിം വിശദീകരിച്ചു. ശില്പി ജോസഫ് M. വർഗീസ് പ്രാദേശിക കല്ലുകൾ ഉപയോഗിച്ച് ചെടികൾക്കിടയിൽ ശില്പം തീർക്കും. മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി യൂണിയൻ സെക്രട്ടറി രാഹുൽ രാജ് മിയാവാക്കി ചെറുവനത്തിന്റെ പരിപാലനത്തിലുള്ള പിന്തുണ അറിയിച്ചു. പാരിസ്ഥിതികം 2019-20 ഭാഗമായി നടത്തിയ ജില്ലാ ക്വിസ് മത്സരത്തിലെ വിജയികളായ ചാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അവന്തിക KK, പാർണവ PV, പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വാണി ലക്ഷ്മി എന്നിവർക്ക് ചടങ്ങിൽ മേയർ സമ്മാനദാനം നടത്തി. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രതാപ് സോമനാഥ്, പ്രസ് ക്ലബ് പ്രസിഡന്റ് M. ഫിറോസ് ഖാൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V. സുരേഷ് ബാബു, കൗൺസിലർ CM. ജംഷീർ, ഡോക്ടർ NS. പ്രദീപ്, ഡോക്ടർ KV. ശ്രുതി, ഡോക്ടർ മായ സുധാകരൻ, ഡോക്ടർ C. ശ്രീകുമാർ, ഡോക്ടർ T. ഗോപകുമാർ, രമേഷ് ബാബു P. PS. ശെലവരാജ്, പ്രൊഫസർ വർഗീസ് മാത്യു, PK. ശാലിനി, പ്രോഗ്രാം കോർഡിനേറ്റർ MA. ജോൺസൺ എന്നിവർ വൃക്ഷത്തൈകൾ നട്ടു. ഈ ന്യൂസ് കോഴിക്കോട്.